ശരിക്കും നമ്മൾ ആൾക്കാർ ചിന്താഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റാണ് ഓട്ടോമേഷൻ ചെയ്യുന്നത്. ശരിക്ക് ലൈറ്റല്ല നമ്മൾ ഓട്ടോമേഷൻ ചെയ്യുന്നത്, സ്വിച്ചാണ് ഓട്ടോമേഷൻ ചെയ്യുന്നത്. ആ ഒരു സ്വിച്ചിൽ എത്രത്തോളം ലൈറ്റ്സ് വർക്ക് ചെയ്യുന്നോ, അല്ലെങ്കിൽ ആ ഒരു സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്താണോ അവിടെ സംഭവിക്കുന്നത്, ആ കാര്യങ്ങളാണ് നമ്മൾ ഓട്ടോമേഷൻ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇതുവരെ ചെയ്തിരുന്നത് HD ക്യാമറാസാണ്. ഈ HD ക്യാമറാസിനൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ IP ക്യാമറകളിലേക്ക് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. പലർക്കും ഇപ്പോൾ വീട് കൺസ്ട്രക്ഷൻ ഒക്കെ ആയിരുന്നു, ഓരോരുത്തരും താമസം കൊടുക്കുന്ന വീട്ടിലെത്താം, അവർക്ക് ആഗ്രഹമുണ്ട് ഓട്ടോമേഷൻ ചെയ്യാനൊക്കെ. അതിലൊക്കെ പലർക്കും ഒരുപാട് ഡൗട്ട് എന്നോട് പേഴ്സണലി ചോദിക്കാറുണ്ട്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വീടുകൾ ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ടാണ്. ഓട്ടോമേഷന് നമുക്ക് രണ്ട് തിങ്സസ് വരുന്നുണ്ട്. ഒന്ന് വയേർഡ് ആയിട്ട് വരുന്ന ഓട്ടോമേഷനും വരുന്നുണ്ട്, അതേപോലെ തന്നെ വയർലെസ് ആയിട്ടും. ഇവൻ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആയിട്ട് വരുന്ന സെക്യൂരിറ്റി തിങ്സസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വയർലെസ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ ഉണ്ട്. ഫ്രീലാൻസേഴ്സിനെയൊക്കെ ഒരു പ്രൊജക്റ്റിന് അപ്രോച്ച് ചെയ്യും, ഇപ്പോൾ വീടിനടുത്തുള്ള ആളായിരിക്കും, അപ്പോൾ അങ്ങനെ വിളിച്ചതൊക്കെയാണ്. അപ്പോൾ എനിക്ക് നമ്മൾ തന്നെ ഒരുപാട് സൈറ്റിൽ ഈ ഫ്രീലാൻസേഴ്സ് വന്നിട്ട് അവർക്ക് എടുത്തു പോയ സൈറ്റുകൾ ഒരുപാട് നമ്മൾ സർവീസ് ചെയ്തെടുക്കേണ്ടി വന്നു. ഫ്രീലാൻസർ വരും, ചെയ്യും, ഗൾഫ് പോകും. ആസ് എ കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂ ഒരു ഫ്രീലാൻസർ ഓപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയും ഒരു പ്രൊഫഷണൽ കമ്പനിയും ഫ്രീലാൻസേഴ്സിനെ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ അഫ്കോഴ്സ് നിങ്ങൾ കോസ്റ്റിൽ വ്യത്യാസങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ നാനോ ടെക്നോളജിന്റെ അപ്ഡേഷൻസ് വന്നു, IoT ഇത്രയും അപ്ഗ്രേഡഡ് ആയി. അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്വിച്ച് ബോർഡ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. റെട്രോഫിറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. എൻ്റയർലി ഒരു സ്മാർട്ട് ഹോമിലേക്ക് മാറ്റുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മോട്ടറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് വീടിന്റെ കേസിൽ കുറച്ച് ഡിഫിക്കൽറ്റി വരുന്നുണ്ട്. ദാറ്റ്സ് എ റിയാലിറ്റി, ബട്ട് വി ക്യാൻ ഡു ഇറ്റ്. നല്ലൊരു പ്രൊഫഷണൽ കൺസൾട്ടന്റ്, അതായത് ആ ഒരു ഡൊമൈനിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള നിങ്ങൾക്ക് അവരുടെ ഹിസ്റ്ററി നിങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുക. അപ്പോൾ ഒരു ക്ലയന്റിനോട് നമ്മൾ പറയുന്ന സമയത്ത് അവരുടെ ഹിസ്റ്ററി അവർ ചെക്ക് ചെയ്യണം. അപ്പോൾ ആഫ്റ്റർ സെൽ സർവീസ് എത്രത്തോളം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്ലയന്റ് പലരും ഈ മിസ്റ്റേക്ക് ഉണ്ടാകാറുണ്ട്. ഞങ്ങൾ ഈ മാർക്കറ്റിൽ ഉണ്ടാവുക എന്നുള്ളത് ഞങ്ങളുടെയും കൂടെ ആവശ്യമാണ്. ഞങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് വെച്ച് തരുന്നു, ഇതൊരു 6 മാസത്തേക്ക് 1 വർഷത്തേക്കുള്ള കാര്യങ്ങളല്ല. ഇത് നിങ്ങളൊരു 5 ഇയർ 10 ഇയറിലേക്ക് ഉള്ള പ്രൊഡക്റ്റാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് സർവീസ് തരാൻ ഇവിടെ ഉണ്ടാകുക എന്നുള്ളത് ഞങ്ങളെക്കാൾ നിങ്ങൾ ആവശ്യമാണ്. കസ്റ്റമർക്ക് ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് സർവീസ് കിട്ടുക എന്നുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിനനുസരിച്ചുള്ള ഡീസെന്റ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ നമ്മൾ കസ്റ്റമർക്ക് നിന്ന് വാങ്ങാറുണ്ട്. അത് കസ്റ്റമർക്ക് തന്നെ ഈ രീതിയിൽ നമ്മൾ റിട്ടേൺ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഈ ഹോം ഓട്ടോമേഷന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് പലർക്കും ഇപ്പോൾ വീട് കൺസ്ട്രക്ഷൻ ഒക്കെ ആയിരുന്നു, ഓരോരുത്തരും താമസം കൊടുക്കുന്ന വീട്ടിലെത്താം, അവർക്ക് ആഗ്രഹമുണ്ട് ഓട്ടോമേഷൻ ചെയ്യാനൊക്കെ. അതിലൊക്കെ പലർക്കും ഒരുപാട് ഡൗട്ട് എന്നോട് പേഴ്സണലി ചോദിക്കാറുണ്ട്. നമ്മുടെ സൈഡിലൊക്കെ പോകുമ്പോൾ നമ്മുടെ സർക്കിളിൽ നിന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ആൾക്കാർക്ക് ഒരു ഐഡിയ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വീട്ടിൽ ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ടാണ്. അതിനെപ്പറ്റി അറിവില്ലായ്മ തന്നെയാണ് അതിനും. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ താമസം എടുക്കുന്ന വീട്ടിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് വലിയ ധാരണ. എന്താണ് അതിനെ പറ്റിയുള്ള ഒരു ആ ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമേഷന് നമുക്ക് രണ്ട് തിങ്സസ് വരുന്നുണ്ട്. ഒന്ന് വയേർഡ് ആയിട്ട് വരുന്ന ഓട്ടോമേഷനും വരുന്നുണ്ട്, അതേപോലെ തന്നെ വയർലെസ് ആയിട്ടും. വയേർഡ് ഡിവൈസസ് ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു വീട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മോട്ടറൈസേഷൻ ആയിട്ട് വരുന്നത്. യെസ്, ലോജിക്കലി നമുക്ക് അറിയാൻ എന്ത് വേണം, പവറിന് അതിന് വയറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ചെയ്യണം. അതേസമയം നമുക്ക് ഈ ഒരു ലൈറ്റ് ഓട്ടോമേഷന് കാര്യങ്ങൾ അങ്ങനെ വരുന്ന കുറച്ച് തിങ്സസ് വരുന്നുണ്ട്. ആ ഇവൻ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആയിട്ട് വരുന്ന സെക്യൂരിറ്റി തിങ്സസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വയർലെസ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ ഉണ്ട്. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വീടുകളിൽ നമുക്ക് സ്വിച്ച് ബോർഡ്, ആ ഒരു സ്വിച്ച് ബോർഡ് ശരിക്കും നമ്മൾ ആൾക്കാർ ചിന്താഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റാണ് ഓട്ടോമേഷൻ ചെയ്യുന്നതാണ്. ശരിക്ക് ലൈറ്റല്ല നമ്മൾ ഓട്ടോമേഷൻ ചെയ്യുന്നത്, സ്വിച്ചാണ് ഓട്ടോമേഷൻ ചെയ്യുന്നത്. ആ ഒരു സ്വിച്ചിൽ എത്രത്തോളം ലൈറ്റ്സ് വർക്ക് ചെയ്യുന്നോ, അല്ലെങ്കിൽ ആ ഒരു സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്താണോ അവിടെ സംഭവിക്കുന്നത്, ആ കാര്യങ്ങളാണ് നമ്മൾ ഓട്ടോമേഷൻ ചെയ്യുന്നത്. സോ നമുക്ക് ആ ഒരു സ്വിച്ച് ബോർഡ് ഊരിയിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു മൊഡ്യൂൾ, വളരെ ചെറിയൊരു ഡിവൈസാണ് വരുന്നത്. ആ ഒരു ഡിവൈസ് വെച്ച് അതിൻ്റെ കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്ന കേസാണല്ലോ. പുതിയ വീട്ടിലെ കേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ടുപോയിട്ട് ആ വീട് തീർച്ചയായും ലൈറ്റ് ഓട്ടോമേഷന്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിവില്ല. ആക്ച്വലി അവർക്ക് ഇപ്പൊ നമ്മളെ വീഡിയോസ് ഒക്കെ കാണിച്ചാൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്റെ വീട്ടിൽ ചെയ്യാൻ പറ്റും, എന്റെ വീട്ടിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്ര ഈസിയാണ് കാര്യങ്ങൾ. ടെക്നോളജി, ഇപ്പൊ നാനോ ടെക്നോളജിന്റെ അപ്ഡേഷൻസ് വന്നു, IoT ഇത്രയും അപ്ഗ്രേഡഡ് ആയി. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്വിച്ച് ബോർഡ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. റെട്രോഫിറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ.
നത്തിങ് റോക്കറ്റ് സയൻസ് നമുക്ക്. പക്ഷെ ഇതെന്താ വെച്ചാൽ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആയിട്ട് വേർഷൻ നമ്മൾ എൻ്റയർലി വീടൊരു സ്മാർട്ട് ഹോമിലേക്ക് മാറ്റുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മോട്ടറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് വീടിന്റെ കേസിൽ കുറച്ച് ഡിഫിക്കൽറ്റി വരുന്നുണ്ട്. ദാറ്റ്സ് എ റിയാലിറ്റി, ബട്ട് വി ക്യാൻ ഡു ഇറ്റ്. അത് ആൾക്കാർക്ക് അറിയില്ല. ഒരുപാട് ആൾക്കാർക്ക് ഈ ആഗ്രഹം ഉണ്ടായിട്ട് എന്താ പറയാ അവിടെ അങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്നുണ്ട്. വീട് അയ്യോ അത് ചെയ്താൽ കൊള്ളാമായിരുന്നല്ലോ. നമ്മളെ വീഡിയോസ് കാണുമ്പോൾ ഒക്കെ വിളിക്കുന്ന ആൾക്കാരൊക്കെ റിയാക്ഷൻസ് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ തന്നെ ഒരുപാട് വീടുകൾ ഒരു ദിവസം കൊണ്ട് പോയിട്ട് നമ്മൾ ഒരുപാട് സൈറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റാറ്റസ് കാണുമ്പോഴാണ് ആൾക്കാർ ഇതെനിക്ക് ചെയ്താൽ കൊള്ളാം, ഇത് ഓരോന്നും കാണുമ്പോൾ ഇതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്, ഇതെങ്ങനെ ചെയ്യുന്നു വരെ ചോദ്യങ്ങൾ ഇങ്ങോട്ട് വരും. നമ്മൾ ഓരോ സ്റ്റാറ്റസ് കാണുമ്പോൾ ആൾക്കാർ പ്രീ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. അതും കൂടെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. ബട്ട് വയർഡ് ആയിട്ടുള്ള മോട്ടറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഡിഫിക്കൽറ്റി വരുന്നതാണ്. പക്ഷെ അത് ഒരു പുതിയ വീട് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൺസൾട്ടിങ് ടീമിന് കൺസൾട്ടിങ് ആണ് സെർച്ച് ചെയ്യുന്നത്. നല്ലൊരു പ്രൊഫഷണൽ കൺസൾട്ടന്റ്, അതായത് ആ ഒരു ഡൊമൈനിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള നിങ്ങൾക്ക് അവരെ ഹിസ്റ്ററി നിങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുക. ഇപ്പോൾ ഒരു ക്ലയന്റിനോട് നമ്മൾ പറയുന്ന സമയത്ത് അവരുടെ ഹിസ്റ്ററി അവർ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മള് വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ആർക്കിടെക്റ്റിന് ഓപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൺസ്ട്രക്ഷനിൽ ഓപ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോൾ ആഫ്റ്റർ സെൽ സർവീസ് എത്രത്തോളം അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ക്ലയന്റ് നോക്കും. പലരും ഈ മിസ്റ്റേക്ക് ഉണ്ടാകാറുണ്ട്. അതായത് ഫ്രീലാൻസേഴ്സിനെയൊക്കെ ഒരു പ്രൊജക്റ്റിന് അവർ അപ്രോച്ച് ചെയ്യും. ഇപ്പോൾ വീടിനടുത്തുള്ള ആളായിരിക്കും. അപ്പോൾ അങ്ങനെ വിളിച്ചതൊക്കെയാണ്. അപ്പം എനിക്ക് നമ്മൾ തന്നെ ഒരുപാട് സൈറ്റിൽ ഈ ഫ്രീലാൻസേഴ്സ് വന്നിട്ട് വർക്ക് എടുത്തു പോയ സൈറ്റുകൾ ഒരുപാട് നമ്മൾ സർവീസ് ഏറ്റെടുക്കേണ്ടി വന്നു. ഫ്രീലാൻസർ വരും, ചെയ്യും, ഗൾഫ് പോകും. അവർക്ക് ആ ഒരു എനിക്ക് തോന്നുന്നു അത് നമ്മൾ അവരെ സാഹചര്യം കൊണ്ട് ഫ്രീലാൻസേഴ്സ് നമ്മളൊരിക്കലും നമ്മൾ എന്ത് ചെയ്യുക ബ്ലെയിം ചെയ്യുന്നില്ല. പക്ഷെ ആസ് എ കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂ ഒരു ഫ്രീലാൻസർ ഓപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയും ഒരു പ്രൊഫഷണൽ കമ്പനിയും ഫ്രീലാൻസേഴ്സിനെ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ അഫ്കോഴ്സ് നിങ്ങൾ കോസ്റ്റിൽ വ്യത്യാസങ്ങൾ കണ്ടിട്ടുണ്ടാവും. പലരും കസ്റ്റമേഴ്സും ആ രീതിയിൽ തന്നെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. നമ്മള് ബന്ധപ്പെടുമ്പോൾ നമ്മൾ കൊട്ടേഷൻ കൊടുക്കുമ്പോൾ പറയുന്നത് എത്ര ഡിഫറൻസ് നിങ്ങൾ കോസ്റ്റിൽ വരുന്നു. അതിപ്പോൾ അതൊരു ഫ്രീലാൻസർ കൊടുത്ത കൊട്ടേഷൻ ആണ് കസ്റ്റമർ നമ്മളെ ഒരു പ്രൊഫഷണൽ കമ്പനീന്റെ ഫോട്ടോ ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താണ് അവിടെ ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി പോസ്റ്റ് സെയിൽസ് സപ്പോർട്ടാണ്. ഇതിന്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലൈഫ് ടൈമിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് നത്തിങ് ചീപ്പ് ആൻഡ് ബെസ്റ്റ്. ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് ഒരിക്കലും ഏറ്റവും ബെസ്റ്റായിട്ട് ഒന്നും കിട്ടൂല. അത് ഈവൻ മാർക്കറ്റിൽ എന്ത് കാര്യം ചോദിച്ചാലും നമുക്ക് എന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ പോയാലും നമ്മൾ ഏറ്റവും ചീപ്പ് നോക്കുന്നോ, ഏറ്റവും പ്രൈസ് കുറവ് നോക്കുന്നോ, ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കില്ല. നമുക്ക് മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഈവൻ എക്സാമ്പിൾ നമ്മളൊരു കാറ് മേടിക്കാൻ പോവുകയാണ്. നമുക്ക് ഏറ്റവും ബേസ് ഒരു 3 lakh 4 lakh മുതൽ കാർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ഈവൻ കോടികളോളം പോകുന്ന ഡിഫറൻസ് വരുന്നുണ്ട്. അത് ക്വാളിറ്റി എന്തുകൊണ്ടാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അതിൻ്റെ ക്വാളിറ്റി, രണ്ട് അതിൻ്റെ ബ്രാൻഡിങ്, പിന്നെ നമുക്ക് അതിൽ പോകാനുള്ള കംഫർട്ട്. ഈ സെയിം തിങ്സാണ് നമ്മൾ ഓട്ടോമേഷനിലേക്കും വരുന്നത്. നമുക്ക് ഇത് യൂസ് ചെയ്യാനുള്ള കംഫർട്ട്, പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യം ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ വർക്ക് ചെയ്യുന്നു. ചോദിക്കുന്ന കാര്യമാണ് നിങ്ങളെ സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് അവർ ചെയ്യുന്നത്. പിന്നെന്താ അത്ര ഡിഫറൻസ്? പ്രൊഡക്റ്റ് ആർ ദ സെയിം ബട്ട് ദ സർവീസ് മാറ്റേഴ്സ്. അത് കസ്റ്റമേഴ്സ് ചിന്തിക്കണില്ല. അല്ല, സർവീസ് മാത്രമല്ല, ഈവൻ പ്രൊഡക്റ്റ് സെയിം ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു സാധനം എടുക്കുകയെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് സെയിം ആയിരിക്കും. സർവീസിൻ്റെ ഈവൻ സർവീസ് മാറ്ററാണ്. സർവീസ് ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ സർവീസ് മാറ്ററാണ്. പക്ഷെ സർവീസ് മാത്രമല്ല, ആ പ്രൊഡക്റ്റിനോട് ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന നമ്മൾ കാണാത്ത പല പ്രൊഡക്റ്റും ഉണ്ടാവും. ആ പ്രൊഡക്റ്റും ആഡ് ഓൺ ആയിട്ട് വരുമ്പോഴാണ് നമ്മുടെ കോസ്റ്റ് ഡിഫറൻസ്. കാരണം കോട്ട് പോകാന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു കൊട്ടേഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മളൊരു 5 lakhൻ്റെ കൊട്ടേഷൻ അല്ലെ 3 lakhൻ്റെ കൊട്ടേഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ആ കോസ്റ്റിൽ പല തിങ്സസും വരുന്നുണ്ടാവും. ഹിഡൻ കോസ്റ്റ് ആയിട്ട് വരുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. അത് കസ്റ്റമർ ഒരിക്കലും കാണുന്നില്ല. ഫസ്റ്റ് നമ്മൾ കൊട്ടേഷനിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും മുകളിൽ കാണുന്നത് ഇത് ഇന്ന പ്രൊഡക്റ്റ്, ഇതൊരു ഓട്ടോമേഷൻ്റെ ഇന്ന ഡിവൈസ്, സെയിം ബ്രാൻഡ് നെയിം, സെയിം പ്രൊഡക്റ്റ്, അത് ഇത്ര രൂപ. ഞാൻ പല കൊട്ടേഷൻസ് നോക്കുമ്പോൾ കസ്റ്റമറിനെ എങ്ങനെ കൺഫ്യൂഷൻ ആക്കാൻ പറ്റും ആ രീതിയിലൊക്കെ കൺഫ്യൂഷൻ ആക്കിയിട്ടാണ് മാർക്കറ്റിൽ കൊട്ടേഷൻ പോകുന്നത്. ഇത് നമുക്കറിയണ്ട, നമ്മൾ ഇപ്പോൾ വേറെ ആൾ കൊടുത്ത കൊട്ടേഷൻ നമുക്കറിയാം എന്താ അതിന്റെ ഡിഫറൻസ്. കസ്റ്റമറിന്റെ പോയിന്റ് ഓഫ് വ്യൂ കസ്റ്റമർ നോക്കുക എന്താണ് ഇത്ര ഐറ്റം എന്താണ് ഇത്ര കോസ്റ്റ്, ഓക്കെ വർക്കിന്റെ ക്വാളിറ്റി എന്താണ്, അവരെത്രത്തോളം ഈ ഡൊമൈനിൽ എക്സ്പേർട്ട് ആണ്, അവരെത്രത്തോളം ഈ സർവീസിന്റെ കാര്യത്തിൽ എത്രത്തോളം അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും, അവർ ചൂസ് ചെയ്യുന്ന ബ്രാൻഡിന്റെ റിലയബിലിറ്റി, നമ്മുടെ വർക്കിന്റെ ക്വാളിറ്റി,
ഇതൊക്കെ മാറ്ററാണ്. ഏതൊരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഇത് മാറ്ററാണ്. പക്ഷെ കസ്റ്റമർ ഇത് ചിന്തിക്കുന്നില്ല. കസ്റ്റമർ ആ ഒരു ചെറിയൊരു ലാഭത്തിന് വേണ്ടിയിട്ട് എന്താക്കുന്നു, നമുക്കൊരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ ഒരു 1 to 2,000 അല്ലെ 5 to 10,000 ആയിരിക്കും ടോട്ടൽ നമുക്കൊരു വ്യത്യാസം വരും. പക്ഷെ അതിന് കിട്ടുന്ന ഒരു വർക്ക്നെസ് എന്റെ ഡിഫറെന്റ് ആണ്. പക്ഷെ അത് അറിയുന്ന കസ്റ്റമർ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ നമ്മുടെ മേജർ 90% ഓഫ് കസ്റ്റമറും അങ്ങനെ ക്വാളിറ്റിയുള്ള കസ്റ്റമേഴ്സാണ്. സോർട്ടായി പോകുന്നുണ്ട്. നമുക്കൊരു ഫസ്റ്റ് ടു 2 ലെവൽ ഓഫ് സെറ്റിംഗ് തന്നെ പ്രൈസ് ആണ് അവരെ മെയിൻ കൺസേൺ എങ്കിൽ, ക്വാളിറ്റി അവരെ സെക്കൻഡ് ആണെങ്കിൽ നമ്മൾ ആ ഒരു അൺസെല്ലിങ് അവിടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് എന്താ പറയാ, നമ്മുടെ കസ്റ്റമർ ഈ പറഞ്ഞ പോലെ 99% ആ കസ്റ്റമർ ആകാൻ കാരണം നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ്. ഈവൻ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി കസ്റ്റമർ ഉണ്ടാക്കേണ്ടത് തന്നെയാണ് നമ്മളെ ഒരു വിഷനായിട്ട് നമ്മൾ എടുത്തത് തന്നെയാണ്. അതാണ് ആ ഒരു കാര്യം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ആ കസ്റ്റമേഴ്സിനെ കൊണ്ടുതരുന്നുണ്ട്, റെഫറൻസ് വരുന്നുണ്ട്. മറ്റേത് എന്താ വെച്ചാല് നമുക്കിപ്പോ ഒരു ചെറിയൊരു ലാഭത്തിന് വേണ്ടി ഇപ്പൊ ഞാൻ ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. വർക്ക് കിട്ടാൻ വേണ്ടി ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യും. പക്ഷെ പിന്നെ ആ ചൊറ തീരില്ല. അയാളായിട്ടുള്ള ഒരു 1 to 2 years കഴിയുമ്പോഴേക്കും സൈറ്റിൽ കോംപ്ലിക്കേഷൻ തുടങ്ങുന്നുണ്ടാവില്ല. അവിടുന്ന് ചൊറ വന്നിട്ടുണ്ടാവും. നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അല്ല, ഇതെന്താ വെച്ചാല് പിന്നെ ഇയാളായിട്ട് ഇപ്പം ഇയാൾക്ക് ഫേസ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലൊക്കെ പ്രശ്നം ഉണ്ടാവും. അവിടെ അത് നേരെ തിരിച്ചാണ് വരിക. ഒരൊറ്റ ഒരു നെഗറ്റീവ് കസ്റ്റമർ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകും. അതിൽ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറേ കൊട്ടേഷൻ കണ്ടിട്ടുണ്ട്. ഏറ്റവും ബേസ് ആയിട്ടുള്ള നമുക്ക് CCTVൻ്റെ ഒരു കേസ് തന്നെ എടുക്കാം. ഏറ്റവും ബേസ് ആയിട്ടുള്ള കുറേ കൊട്ടേഷൻ കണ്ടിട്ടുണ്ട്. അതിൽ 4 ചാനൽ സിസ്റ്റം വെക്കുകയാണെങ്കിലും 1 TV ഹാർഡ് ഡിസ്ക്, 8 ചാനൽ സിസ്റ്റം എടുക്കുകയാണെങ്കിലും 1 TV ഹാർഡ് ഡിസ്ക്, CCTVൻ്റെ കേസിൽ 16 ചാനൽ എടുക്കുകയാണെങ്കിലും 1 TV ഹാർഡ് ഡിസ്കും കൊടുത്തിട്ട് ക്ലോസ് ചെയ്യുന്ന ടോട്ടൽ കോസ്റ്റ് നോക്കുമ്പോൾ ഒരു 1 TB നമ്മൾ ഇപ്പം 1 TB 4 ചാനലിന് മാത്രമേ നമ്മളൊരു കൊട്ടേഷൻ നോക്കുകയാണെങ്കിൽ ഉണ്ടാവുള്ളൂ. 8 ചാനലാണെങ്കിൽ മിനിമം 2 TB കൊടുക്കും. 16 ആണ് 4 TBയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും. അത് മാത്രമല്ല, ഇപ്പോൾ കസ്റ്റമർക്ക് അറിയാത്തൊരു കാര്യം, 1 TB ഏറ്റവും ക്വാളിറ്റി ഉള്ള ബ്രാൻഡുകൾ തോഷിബ, WD അങ്ങനെയൊക്കെ വരുന്ന കുറച്ച് ബ്രാൻഡുകൾ വരുന്നുണ്ട്. അതൊക്കെ 1 TB ഇനി നിർമ്മിക്കുന്നില്ല. അതായത് ഇനി മാർക്കറ്റിൽ അതിന്റെ 1 TB ഉണ്ടാവില്ല. കസ്റ്റമർക്ക് ഈ ടെക്നിക്കൽ ധാരണയില്ല. കൊടുക്കുന്ന ആള് പോയി പറ്റിക്കാണ്, ഇവരെ കൺഫ്യൂസ്ഡ് ആക്കുക. ഞാൻ ഒരുപാട് കൊട്ടേഷൻ കണ്ടതാണ്. അതുകൊണ്ടാണ് നമുക്കിത് ടെക്നിക്കലി നമുക്കത് അറിയാം. 1 TB ആണ്, ഇത് 2 TB ആണ്. കസ്റ്റമർക്ക് എന്താണ്, കസ്റ്റമർ നോക്കുമ്പോൾ ഇത്ര വ്യത്യാസം ഉണ്ടല്ലോ, 4,000 രൂപ വ്യത്യാസം ഉണ്ട്, അങ്ങനെയാണ് ഞാൻ കൊടുക്കാം. ദ തിങ് ഈസ്, നമുക്കത് ഒന്നുകിൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കസ്റ്റമർ സൈഡിൽ പഠിക്കാൻ നിൽക്കണം. സ്വാഭാവികമായിട്ട് നമുക്ക് അതിനുള്ള സമയം ഉണ്ടാവില്ല. നമ്മൾ കസ്റ്റമറുടെ കാര്യത്തിലൊക്കെ നമ്മൾ ഓണ്ടർപ്രണർ ബിസിനസ്സുകാരായിരിക്കും മോസ്റ്റ്ലി ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ സൈഡിൽ നിങ്ങളൊരു കൺസൾട്ടന്റിന് എന്ത് ചെയ്യണം, ഹയർ ചെയ്യും. ഇൻ ബിറ്റ്വീൻ ദ വെണ്ടർ കസ്റ്റമർ നമുക്ക് കൺസൾട്ട് ചെയ്യാൻ ഒരാളുമാണ്. ഇല്ലെങ്കിൽ ഇതിൽ ഒരുപാട് പറ്റിക്കപ്പെടുന്നുള്ളതാണ്. പക്ഷെ അതിൽ ഞാൻ വേറൊരു സത്യാവസ്ഥ പറയാം. നമ്മളെ തന്നെ ചൂസ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നമ്മൾ ഏതാണോ വർക്ക് ചെയ്യുന്നത് ഇതേപോലെ ക്വാളിറ്റിയിൽ ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ഏത് കമ്പനീസിനാണ് അത് നമ്മൾ നോക്കേണ്ട, ഏറ്റവും ക്വാളിറ്റിയിൽ ചെയ്യുന്ന, ഏറ്റവും നല്ല സർവീസ് കൊടുക്കുന്ന, അത് നമുക്ക് ഗൂഗിൾ റിവ്യൂസ് നോക്കാം. ഈവൻ ഒരു കമ്പനീൻ്റെ ഗൂഗിൾ റിവ്യൂസ് കാര്യങ്ങൾ, അവരുടെ ഇൻസ്റ്റാഗ്രാം കാര്യങ്ങൾ, അവർ എത്രത്തോളം ഈവൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ആ ഒരു വെണ്ടറോട് അവരുടെ 1-2 ക്ലയൻസിൻ്റെ നമ്പർ വാങ്ങിയിട്ട് നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം. എന്നിട്ട് നമ്മളെ കൺഫേം ചെയ്യുന്നതായിരിക്കും ഏറ്റവും കസ്റ്റമറോട് ഏറ്റവും എന്താ പറയാ, ഒരു പവറോട് പറയുന്നൊരു കാര്യമാണ്, ഏറ്റവും ഒരു അഹങ്കാരത്തോടെ പറയുന്നൊരു കാര്യമാണ്. ഇപ്പൊ നിങ്ങളെ ഞങ്ങൾക്ക് 1000 കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ 1000 കസ്റ്റമറുടെ നമ്പറും ഞാൻ നിങ്ങൾക്ക് തരാം. അതിൽ എനിക്ക് ചെറിയൊരു തീർത്തുണ്ട്. 2-3 കസ്റ്റമർ നമ്പർ, കാരണം നമുക്ക് കൊടുക്കാം. 2-3 കസ്റ്റമേഴ്സ് നമുക്ക് ചെറിയ ഫാൾട്ട് സംഭവിച്ചിട്ടുണ്ട്. അത് ആ സ്റ്റാർട്ടിങ് ടൈമിൽ ഒരിക്കലും എനിക്ക് ഫാൾട്ട് സംഭവിച്ചില്ല, അല്ലെങ്കിൽ നമ്മൾ അത്രയും ഫാൾട്ട് സംഭവിക്കാണ്ട് ചെയ്തെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. 2-3 കസ്റ്റമർ, ഇവൻ ചില കസ്റ്റമേഴ്സ് ഉണ്ട്. ഇവൻ ഇവിടെ തന്നെ കാലിക്കറ്റ് ടൗണിൽ തന്നെ എനിക്ക് ഇപ്പോഴും ഒരു കസ്റ്റമർ ഉണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ സ്റ്റാർട്ടിങ് ടൈമായിരുന്നു. എനിക്ക് തന്നെ ഇതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയുള്ളായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഉള്ളൊരു സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ തന്നെ ഒരുപാട് കൊട്ടേഷൻ കൊടുത്ത സ്ഥലത്ത് ഇപ്പം നേരത്തെ പറഞ്ഞാൽ പുതിയ കൊട്ടേഷൻസ് എനിക്ക് തന്നെ ഞാൻ കൊടുത്ത കൊട്ടേഷനും ടോട്ടൽ കോസ്റ്റിൽ നോക്കുമ്പോൾ ഒരു 10,000 ഡിഫറൻറ്റ്, അല്ലെങ്കിൽ 20,000. 20,000 ഒരു 5 lakh കൊട്ടേഷൻ വരുമ്പോഴത്തെ 20,000 ഒക്കെ ഡിഫറൻസ് അത് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ നോർമലി അത് എന്തുകൊണ്ടാണ്, ഈവൻ ക്യാമറേൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിലും നമുക്ക് കിട്ടുന്ന പ്രൈസിലും
കുറഞ്ഞിട്ടാണ് ക്ലയന്റിന് കിട്ടുന്നത്. അത് ഹോൾസെയിൽ പ്രൈസിനേക്കാളും കാരണം നമ്മൾ എടുക്കുന്ന ബൾക്ക് ക്വാണ്ടിറ്റിയാണ്. അത്രയും ബൾക്ക് ക്വാണ്ടിറ്റി നമ്മുടെ ഓഫീസിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അത്രയും ബൾക്ക് ക്വാണ്ടിറ്റി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. എന്നിട്ടും നമുക്ക് കിട്ടുന്ന പ്രൈസിലും കുറവിൽ എങ്ങനെ കസ്റ്റമർക്ക് കിട്ടുന്നത്? അതാണ് ഒരു ചോദ്യം വന്നത്. അതിനെപ്പറ്റി സത്യത്തിൽ ഞാൻ അന്വേഷിച്ച് പോയപ്പോൾ ഞാൻ അവസാനം എത്തിയത് കോയമ്പത്തൂരുള്ളൊരു കമ്പനിയിലാണ്. കോയമ്പത്തൂർ നമുക്ക് ഇതന്നെ സെയിം പ്രൊഡക്റ്റ് പോലെ ഇവൻ സെയിം നെയിമും വെച്ചിട്ട് നമുക്ക് ഒരുപാട് പീസസ് അവരിപ്പം നിരന്തരം ഇങ്ങോട്ട് ഇവൻ വീക്കിലി മിനിമം ഒരു വൺസെങ്കിലും എൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സാധനം വേണോ? ഞാൻ നോക്കുമ്പോൾ കോസ്റ്റ് ഒരു ക്യാമറയുമ്പോൾ തന്നെ ഒരു ക്യാമറയുമ്പോൾ 500 രൂപ 500 റുപ്യ വ്യത്യാസം വരുന്നുണ്ട്. കസ്റ്റമർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും. പക്ഷെ എന്താ അത് ക്വാളിറ്റി എനിക്കറിയാം, അത് ക്വാളിറ്റി ഉണ്ടാവില്ല എന്നുള്ള. ഈ സെയിം വേലാണ് കസ്റ്റമർക്ക് സാധനങ്ങൾ റേറ്റ് കുറച്ച് കിട്ടുന്നത്. അതാണ് ഫ്ലിപ്കാർട്ടിൽ വാങ്ങിയ കസ്റ്റമർ ഉണ്ട്, പെട്ട കസ്റ്റമർ ഉണ്ട്. ഫ്ലിപ്കാർട്ടിൽ വാങ്ങി പെട്ട കസ്റ്റമർ ഉണ്ട്. ഇവൻ അത് ഇവിടെ കോഴിക്കോടാണ് ബംഗാളികൾ യെസ് ആ ഒരു വർക്ക് ക്ലയൻറ്റ് ഇവിടെ ഫ്ലിപ്കാർട്ടിൽ വാങ്ങി സാധനം വന്നു ഇവിടെ വെച്ച് ഇവൻ ഒരു 10 days കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻസ്റ്റാളേഷന് വിളിച്ചത്. ഒരിക്കലും ഫ്ലിപ്കാർട്ടുകാർ വന്നിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുക്കുന്നില്ല. ഇൻസ്റ്റാളേഷൻ നമ്മളെ വിളിച്ചു, നമ്മൾ പോയി ചെയ്തു നോക്കുമ്പോൾ ലാസ്റ്റ് 2 ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. ചെയ്ത കേബിൾ മൊത്തം എവിടേക്കോ കട്ടാണ്. അത് മൊത്തം മാറ്റിയിട്ട് ഫസ്റ്റ് തൊട്ടിട്ട് കേബിളിങ് നമ്മൾ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക്. അപ്പോൾ 2 ദിവസം ആകെ 4 ക്യാമറ ഫിറ്റ് ചെയ്യാൻ 2 ദിവസം മൊത്തം കേബിളിങ് 2 പ്രാവശ്യം ചെയ്യും. നാട്ടിലൊക്കെ ചൊല്ലുന്നുണ്ട്, അധികം അഗ്രഹന്യന്മാരായ അട്ടക്കൊണ്ടിലുണ്ടാവുന്നത് ഉമ്മയൊക്കെ പറയാൻ. അപ്പോ പല കാര്യത്തിലും എനിക്കത് ഞാനും ചില കാര്യത്തിലൊക്കെ പണ്ട് അങ്ങനെ നോക്കലുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഇപ്പൊ ചില കാര്യത്തിൽ നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് നിൽക്കരുത്. ഭയങ്കര വിളവിൽ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം പണി കിട്ടരുത്. ഇത് തന്നെയാണ് അതിന്റെ ഓഫീസിന്റെ തൊട്ടടുത്തുള്ള പറമ്പത്ത് മൂപ്പരെ ഞാൻ കൊടുത്ത കൊട്ടേഷൻ 57,000, വേറൊരാൾ കൊടുത്ത കൊട്ടേഷൻ 52,000, 5,000 റുപ്യേൻ്റെ വ്യത്യാസം. ആള് വർക്ക് കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കോൾ ചെയ്യുന്നു, നിങ്ങൾ വർക്ക് വന്ന് ചെയ്യോ? മറ്റവന് 20,000 റുപ്യ അഡ്വാൻസും വാങ്ങി, ഒരു അഡ്രസ്സും ഇല്ല. ആള് കേസ് കൊടുത്ത് അതിൻ്റെ ഇപ്പോഴും അതിൻ്റെ വയ്യത്താലാന്ന്. ആൾക്കത് ഫണ്ട് കിട്ടിയില്ല. കേസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എത്രത്തോളം പെട്ടെന്ന് കിട്ടും എന്നുള്ള അറിയാം. ഇങ്ങനെയും കുറെ ആൾക്കാരുണ്ട്. അറിയാ അത് എത്ര ലക്ഷം കാണല്ലോ വാങ്ങി. കാരണം അങ്ങനെ ഈ ഫീൽഡിൽ ആൾക്കാരുണ്ട്. അത് ശരിക്കും കമ്പനി എന്താ പറയാ, നമുക്കും കൂടെ നെഗറ്റീവ് വരുന്ന ഒരു കാര്യം കൂടാണ് വീട്ടിൽ അങ്ങനത്തെ ആൾക്കാരെ വന്ന സമയത്ത്. ആ ട്രസ്റ്റ് എന്ത് എഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആൾക്കാരെ നമുക്ക് വർക്ക് തരുന്നതും അഡ്വാൻസ് തരുന്നതും ഒക്കെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. വട്ടവർ നമുക്ക് എഗ്രിമെന്റ് ഉണ്ടാവും, ഡോക്യുമെന്റേഷൻ ഉണ്ടാവും. പക്ഷെ അത് കളഞ്ഞു വിളിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇൻഡസ്ട്രീനെയും കൂടെ പറയിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ എനിക്ക് കസ്റ്റമർ അത് കുറച്ചുകൂടി അവെയർ ആയിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അവരെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തണം. അപ്പൊ നമ്മള് കസ്റ്റമറിനോട് പോകുമ്പോൾ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഏത് രീതിയിൽ എന്ത് ചെയ്യും. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഇത്രയും കസ്റ്റമേഴ്സ് നമുക്കുണ്ട്, ഇത്രയും കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് വിളിച്ച് എന്ത് ചെയ്യാം, ഇൻസ്പെക്ട് ചെയ്യാം, നമ്മളെ പറ്റി നിങ്ങൾക്ക് ചോദിക്കാം. അത് നമ്മുടെ കോൺഫിഡൻസ് ആണ്. നമ്മളത് പറയാൻ മാത്രം നമ്മൾ ഇത്രയും കാലം ഇപ്പോൾ അറൗണ്ട് 8ാമത്തെ വർഷത്തിലേക്കാണ് ഇപ്പോൾ ഇപ്സോൺ നടക്കുന്നത്. അപ്പോൾ അത്രയും കാലം നമ്മൾ എന്ത് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പേഴ്സണലി പറയാം, അക്കൗണ്ടിൽ ഒരുപാട് പൈസ ഉണ്ടാക്കി എന്നതിനപ്പുറം നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് നമ്മുടെ ആ സർവീസ് കാര്യങ്ങൾ നമ്മൾ സർവ് ചെയ്യണം. അത്രയും ഒരു എന്താ പറയാ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രയും ആൾക്കാർക്ക് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ത്രൂ തന്നെയാണ് നമുക്ക് ഏറ്റവും 80% നമുക്ക് വർക്ക് വരുന്ന റെഫറൻസ് തന്നെയാണ്. നമ്മൾ അത്രയും കാലം ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ആ സാധനം തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് സെയിൽസിലേക്ക് നമുക്ക് വരുന്നത് തന്നെ അതാണ്. അപ്പൊ ആ കാര്യത്തിലൊക്കെ ചിലപ്പം എനിക്ക് നമ്മൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ചില ആൾക്ക് നമുക്ക് നഷ്ടം വരുത്തുന്നുണ്ട്. കാരണം നമ്മൾ 1 year 2 year ബിഫോർ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായ റൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടായ ഒരുപാട് പൈസയിൽ മാറ്റം വന്ന് പല കാര്യങ്ങളിലും ഇൻഡസ്ട്രി എക്കണോമിക്കലി റൈസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് റൈസാണ്. പക്ഷെ നമ്മൾ കസ്റ്റമർക്ക് കൊടുത്ത വാക്ക് നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ കീപ്പ് ചെയ്യലുണ്ട്. നമുക്ക് എന്ത് സംഭവിച്ചാലും ഇൻഡസ്ട്രിയിൽ എന്ത് സംഭവിച്ചാലും പ്രൊഡക്റ്റിൽ കാര്യങ്ങൾ വന്നാലും നമ്മൾ മാക്സിമം അവർക്ക് കൊടുത്ത പ്രോമിസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നിൽക്കലുണ്ട്. അതുകൊണ്ട് ചില വർക്ക് നമുക്ക് നഷ്ടം വരുത്തുന്നുണ്ടെങ്കിൽ കൂടെ അൽഹംദുലില്ലാ നമുക്ക് ഈ ഒരാളെ കണ്ണിൽ നോക്കി നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇത്രയും കസ്റ്റമർ നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങൾക്ക് അന്വേഷിക്കാം, നിങ്ങളെ പറ്റി
അത് തന്നെയാണ് നമ്മളൊരു ഗുഡ് വിൽ എന്ന് പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോന്റെ ഒരു ഗുഡ് വില്ലും സോ എന്തുണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതാണ്, ഇത്രയും കസ്റ്റമേഴ്സ് നമുക്കുണ്ട്, ആ കസ്റ്റമേഴ്സിൽ ആരോട് നിങ്ങൾക്ക് പോയിട്ടില്ല നമ്മളെ പറ്റി അന്വേഷിക്കാം. അത് നമ്മൾ കൊടുത്തൊരു സർവീസും നമ്മൾ ഇത്രയും കാലം ബിൽഡുണ്ടോന്ന് ആ ഒരു ക്വാളിറ്റി നമ്മൾ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഇപ്സോന്റെ ഒരു വൈ നമ്മൾ നിയത്തായിട്ട് എടുത്തൊരു കാര്യം തന്നെയാണ്. നമുക്ക് ഒരുപാട് കസ്റ്റമർ നമുക്ക് വേണ്ട. ഇപ്പൊ നമ്മളന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം ഇതാണ്, നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാകും, നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള നല്ല സർവീസ് കൊടുക്കാൻ പറ്റുന്ന നല്ല എന്താ പറയുക പ്രീമിയം എന്നുള്ളൊരു വേർഡ് നമ്മളവിടെ യൂസ് ചെയ്തിട്ടില്ല. ക്വാളിറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സർവീസ് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റലുണ്ട്. ഇനിയും നമ്മൾ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിപ്പോ ഈ പറഞ്ഞാൽ തന്നെ നമ്മളെ ഈ ഓടിപ്പാഞ്ഞ് ഒരുപാട് കസ്റ്റമറെ പിടിച്ച് അങ്ങനെ ഒരുപാട് വർക്ക് എടുക്കണം എന്നുള്ളതല്ല, പക്ഷെ എടുക്കുന്ന കസ്റ്റമർക്ക് നമ്മളിപ്പോൾ അവരോട് 10 ഉറുപ്പ്യ മേടിക്കുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു 10 ഉറുപ്പ്യ മേടിക്കുകയാണെങ്കിൽ അതിനുള്ള ക്വാളിറ്റി അതിനുള്ള സർവീസും അത് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് അതിന് മെയിനായിട്ട് വരുന്നത്. ടീമിനോടൊപ്പം ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളെ മീറ്റിംഗ്സ് ഒക്കെ ഞാൻ പറയുന്ന കാര്യമാണ്, നമ്മളൊരു 10 ഉറുപ്പ്യ അധികമാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മളൊരു മാർജിന് മാർക്കറ്റിലേക്കാട്ടോ മാർക്കറ്റിൽ നമ്മൾ സ്റ്റാൻഡേർഡ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ശരിക്കും അത് കസ്റ്റമറിനും കൂടെ വേണ്ടിയിട്ടാണ്. അത് ഭയങ്കര കൺഫ്യൂസിങ് വളരെ ഞങ്ങൾക്കും വേണ്ടി നിങ്ങൾ അധികം പൈസ വാങ്ങുന്നു. കസ്റ്റമർക്ക് ശരിക്കും ഓരോ ബെനിഫിറ്റിനാണെങ്കിൽ അവർക്ക് പൈസ കുറച്ചാ കൊടുക്കുന്നത്, പക്ഷെ ഓരോട് നമ്മൾ അധികം വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഓർക്കും കൂടെ വേണ്ടിയിട്ടാണ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരോട് പറയുന്നത് വെച്ചാല് ഞങ്ങൾ ഈ മാർക്കറ്റിൽ ഉണ്ടാവുക എന്നുള്ളത് ഞങ്ങളെയും കൂടെ ആവശ്യമാണ്. ഞങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് വെച്ച് തരുന്നു, ഇതൊരു 6 മാസത്തേക്കോ 1 വർഷത്തേക്കുള്ള കാര്യങ്ങളല്ല, ഇത് നിങ്ങളൊരു 5 ഇയർ 10 ഇയറിലേക്ക് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ നിങ്ങൾക്ക് സർവീസ് തരാൻ ഇവിടെ ഉണ്ടാകുക എന്നുള്ളത് ഞങ്ങളെക്കാൾ നിങ്ങൾ ആവശ്യമാണ്. ഒരു ഫ്രീലാൻസേഴ്സ് വന്നിട്ട് വർക്ക് എടുത്തെടുത്ത് ഓല് പോയി പോകുന്ന ഓല് എന്തുകൊണ്ടാണ് അവർക്ക് ഇവിടെ നിൽക്കുക, ഓല് എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് പോകുന്നത്, ശരിക്കും ഓർക്ക് പോകാൻ ആഗ്രഹം ഉണ്ടാവില്ല, പക്ഷെ ഒരു വർക്ക് എമൗണ്ട് കുറച്ചിട്ട് വർക്ക് എടുക്കുമ്പോൾ ലാഭം കുറവായിരിക്കും, സ്വാഭാവികമായിട്ട് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഗൾഫിലേക്ക് പോവുക. ഇതാ മാർക്കറ്റിൽ നടക്കുന്ന ഒരു സംഭവം. ഇവർക്ക് സ്വാഭാവികമായിട്ട് ഇവർ അന്നത്തെ ഒരു കൂലി വാങ്ങിയിട്ടോ അല്ലെ ഒരു ചെറിയൊരു ലാഭത്തിന് വേണ്ടി വർക്ക് എടുത്തു കൊടുക്കും. സ്വാഭാവികമായിട്ട് ഇവർക്ക് ആ എമൗണ്ടിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ സർവൈവൽ അല്ലെ നിങ്ങൾ ഏത് കമ്പനി എങ്ങനെ അപ്രോച്ച് ചെയ്യും, ആ കമ്പനിയുടെ സർവൈവൽ കസ്റ്റമറേയും കൂടെ ഒരു നീഡാണ്. പക്ഷെ നമ്മളതിൽ കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആ സർവീസിന്റെ കാര്യത്തിൽ ഈവൻ നമുക്ക് ഒരു പ്രൊഡക്റ്റിന് ലോസ് ആണെങ്കിൽ കൂടെ എനിക്കൊരു നമ്മളെ ഏറ്റവും ആദ്യം നമ്മൾ ടീമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ ടെക്നിക്കൽ സപ്പോർട്ട് അല്ലേ നമ്മൾ സെയിൽസ് ടീമിനെ ഹാർ ചെയ്ത് തന്നെ പിന്നാണ് നമ്മൾ സെയിൽസ് ടീമിനെ ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്ത്. അപ്പൊ അത്രത്തോളം നമ്മൾ പ്രയോറിറ്റി എന്തിനു കൊടുക്കാറുണ്ട്, സർവീസിന് കൊടുക്കാറുണ്ട്, സപ്പോർട്ടിന് കൊടുക്കാറുണ്ട്. അതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയ ടീം, ഫോൺ, അതിനായിട്ട് നമ്മുടെ ടീമിന് നമ്മൾ അതിനായിട്ട് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അപ്പൊ ആ ഒരു കോസ്റ്റ് അവിടെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന റിട്ടേൺ കിട്ടുന്ന ആർക്കാണ്, കസ്റ്റമർക്കാണ്. കസ്റ്റമർക്ക് ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് സർവീസ് കിട്ടുക എന്നുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഡീസെന്റ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ നമ്മൾ കസ്റ്റമർ അടുത്ത് വാങ്ങാറുണ്ട്. അത് കസ്റ്റമർക്ക് തന്നെ ഈ രീതിയിൽ നമ്മൾ റിട്ടേൺ കൊടുക്കാറുണ്ട്. അതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡ് അവൈലബിൾ ആണ്, ഒരുപാട്. ഇവൻ ഒരു ഓട്ടോമേഷനിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ മിനിമം എനിക്ക് തോന്നുന്നു ഒരു 50-60 ബ്രാൻഡുകൾ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ചില കസ്റ്റമേഴ്സ് പറയാം എനിക്ക് ആ ബ്രാൻഡ് ഇന്ന ബ്രാൻഡ് ഏറ്റവും ഹൈ എൻഡിൽ നിൽക്കുന്ന ബ്രാൻഡ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ബ്രാൻഡിനേക്കാളും നമ്മൾ ചൂസ് ചെയ്യേണ്ടത് സർവീസ് പ്രൊവൈഡർ എങ്ങനത്താണ്. ആ സർവീസ് പ്രൊവൈഡർ എന്താണ് തരുന്നത്, ശരിക്ക് ഒരു കസ്റ്റമർക്ക് സർവീസ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് അല്ല, ഇവൻ ഒരു പ്രൊഡക്റ്റിന്റെ ബ്രാൻഡ് അല്ല സർവീസ് കൊടുക്കുന്നത്. ഇവൻ നമുക്ക് തന്നെ ഒരുപാട് നമ്മളെ കമ്പനിയിൽ തന്നെ ഒരുപാട് അനുഭവം ഉണ്ട്. എന്തിന് നമ്മൾ തന്നെ ഒരു 3000 രൂപ 4000 രൂപ ഇട്ടിട്ട് ഒരു പ്രൊഡക്റ്റ്, ഇവൻ ഒരു ഞാൻ പറയുന്നത് വളരെ ചെറിയൊരു ക്യാമറയുടെ കേസ് വരെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് കസ്റ്റമർ ഈ കമ്പനിയിൽ നിന്ന് നമുക്ക് സർവീസ് കിട്ടൂല, ബട്ട് സ്റ്റിൽ നമ്മൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് ഫണ്ട് എടുത്തിട്ട് കസ്റ്റമർക്ക് അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കും. കാരണം നമ്മൾ ചെയ്ത് കൊടുക്കും. കാരണം എന്താ വെച്ചാൽ കസ്റ്റമർ ഇത് വെക്കുന്നത് നമ്മളോടുള്ള വിശ്വാസം കൊണ്ടാണ്. നമുക്കിപ്പോൾ ഈ പറഞ്ഞ 1000 രൂപ കൂടുതൽ തരുന്നുണ്ടെങ്കിൽ അത് നമ്മളോടുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ കൊടുക്കുന്ന സർവീസ് കൊണ്ടുമാണ്. അതുകൊണ്ട് അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ, ഒരു കസ്റ്റമർ ചൂസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് സർവീസ് പ്രൊവൈഡർ അവരെങ്ങനത്തെ ആളാണ്, എത്രത്തോളം സർവീസ് തരും, ആ ഒരു കാര്യം. അതിൽ തന്നെ നിങ്ങൾക്ക്
പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ സർവീസ് പ്രൊവൈഡറുടെ അടുത്തുനിന്ന് ഒരു 2 കസ്റ്റമർ നമ്പറെങ്കിലും വാങ്ങിയിട്ട് നിങ്ങൾക്ക് 2 കസ്റ്റമറോട് ജസ്റ്റ് അവരെ പറ്റിയിട്ട് സംസാരിക്കുക. അല്ലെങ്കിൽ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് ഇവരെങ്ങനെയാണ്, നിങ്ങൾ ഏത് സർവീസ് പ്രൊവൈഡറാണോ ചൂസ് ചെയ്യുന്നത് അവരെ 2 കസ്റ്റമർ നമ്പർ അവരോട് തന്നെ വിളിച്ചിട്ട് ഇവരെങ്ങനെയുണ്ട്. ഇപ്പം നിങ്ങളൊരു അഡ്വാൻസ് പേയ്മെൻറ്റ് ചിലപ്പോൾ എനിക്ക് തന്നെ കാണാതെ അമേരിക്കയിലുള്ള മറ്റേ ഐസക് ജോർജ് എന്ന് പറഞ്ഞ ക്ലയൻറ്റ്, ആള് ഇന്ന് വരെ ഏകദേശം 2 വർഷമായി വർക്ക് ആയിട്ട് ഇപ്പൊ ആലപ്പുഴയിലാണ്. കായംകുളം. ആലപ്പുഴ ജില്ല അല്ല, കായംകുളത്താണ് വരുന്നത്. അപ്പൊ ആളെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സൈറ്റിൽ പോകുന്നതിന് മുമ്പ് 2 ലക്ഷം റുപ്യ അക്കൗണ്ടിലായിട്ടുണ്ട്. 3.5 ലക്ഷം റുപ്യന്റെ വർക്ക് എടുത്തിട്ടുണ്ട്. അത് ചങ്ങനാശ്ശേരി റോബിൻ എന്ന് പറഞ്ഞ ക്ലയന്റ്. അത് ഏകദേശം 5 ലക്ഷം റുപ്യന്റെ വർക്കാണ് ചെയ്തത്. അപ്പൊ അത് ഞാൻ സൈറ്റിൽ എത്തുന്നതിന്റെ മുമ്പ് ഞാൻ കൊടുത്ത കൊട്ടേഷന്റെ എമൗണ്ടും അതിനേക്കാൾ 20,000 രൂപ കൂടുതലും എൻ്റെ അക്കൗണ്ടിൽ, നമ്മളെ കമ്പനി അക്കൗണ്ടിൽ 5,25,000 രൂപ കയറി. ഞാൻ സൈറ്റിൽ എത്തിയിട്ടില്ല, എത്തുന്നതിന് മുമ്പ് 5,25,000 കയറി. എന്നിട്ട് ആൾ അയച്ച മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാം ഇത് അഡീഷണൽ കോസ്റ്റ് പല കാര്യങ്ങൾക്കും വരും, അത് ഇനി എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി എന്നുള്ളത്. മൊബൈൽ ത്രൂ ആളെ ഈവൻ റോബിൻ എന്ന് പറഞ്ഞ ക്ലയന്റിന് നമ്മൾ വർക്ക് ഫുള്ള് ഫിനിഷ് ആയിട്ട് അത് കഴിഞ്ഞ് 6 മന്ത് കഴിഞ്ഞിട്ട് ആള് നാട്ടിൽ വെക്കേഷൻ വന്ന ടൈമിൽ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ ആള് വന്ന് നമ്മൾ പോയി മീറ്റ് ചെയ്തത്. ഫസ്റ്റ് മീറ്റിംഗ്, ബിസിനസ് വർക്കിൽ വന്ന് ഫസ്റ്റ് മീറ്റിംഗ് ചെയ്തത്. കാരണം അത് ഓരോരുത്തർക്കുള്ള വിശ്വാസം. അവരെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളെ യൂട്യൂബ് വീഡിയോസ് അവർ കാണുന്നുണ്ട്, റിവ്യൂസ് നോക്കിയിട്ടുണ്ട്, ഈ കാര്യങ്ങൾ. പക്ഷെ അവർ ക്ലയൻസിനെ വിളിച്ചു നോക്കില്ല. ബട്ട് നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലയന്റിന് ആ ഒരു 1-2 ക്ലയന്റിനെ നമ്പർ വാങ്ങിയിട്ട് വിളിച്ചു നോക്കുകയാണെങ്കിൽ ബെറ്റർ ആണ്. അത് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്. ആവശ്യമുള്ളവർക്ക് അത് എടുക്കാന്നുള്ളത്. പിന്നെന്താ എനിക്കൊന്ന് വെച്ചാൽ മറ്റേ CCTVന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നിലവിലിപ്പം സെക്യൂരിറ്റി കൺസേൺസ് കുറച്ചുകൂടെ ആൾക്കാർക്ക് പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മുമ്പത്തെ പോലെയല്ല, ആൾക്കാർ കുറച്ചുകൂടെ അവെയർ ആണ്. അതിപ്പോ സെക്യൂരിറ്റി പാർട്ടിലേക്ക് ഒരുപാട് ഇപ്പൊ CCTVന്റെ എൻക്വയറീസിൽ നമുക്കിപ്പോ നമ്പേഴ്സ് കൂടുതലാണ്, ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. പക്ഷെ ആൾക്കാർക്ക് ഒരു ബേസ് ഐഡിയ ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഇതിൽ ഒരു കൊട്ടേഷൻ എടുക്കുന്ന കാര്യത്തിലോ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി സ്വാഭാവിക ടെക്നിക്കൽ കാര്യങ്ങളാണ്, ഇൻഡസ്ട്രി കാര്യം, അവർക്ക് നോളജ് ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങൾ അതിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ നന്നാവും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരാള് ഒരുപാട് നമ്മുടെ തന്നെ ഫോൺ സംസാരിക്കുമ്പോൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ 10-15 രൂപ വെച്ച് നമ്മൾ എടുക്കുന്ന ഓരോ കാര്യങ്ങൾ. ഒരു CCTV വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കസ്റ്റമറോട് എന്തെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം പറയാം? ഇപ്പോൾ CCTVന്റെ കേസിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ക്യാമറാസ് അവൈലബിൾ ആണ്. 2MP, 3MP, 4MP, 5MP, പല വേരിയന്റിൽ പല ബ്രാൻഡ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. പക്ഷെ അതിൽ നമുക്ക് നമ്മുടെ സൈറ്റിലേക്ക് ആവശ്യമുള്ള ക്യാമറ അത് നമുക്ക് ഇപ്പോൾ ഞാൻ തന്നെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എത്ര ക്യാമറ വേണം, ഈ സൈറ്റിൽ എത്ര ക്യാമറ വേണം, എത്രത്തോളം ക്വാളിറ്റിയുള്ള ക്യാമറ വേണം, എങ്ങനെ ചൂസ് ചെയ്യണം, അതൊക്കെ നമ്മൾ ക്ലയൻസിന് പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. പിന്നെ അതുമാത്രമല്ല, ഇപ്പം ഈ ഒരു ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇതുവരെ ചെയ്തിരുന്നത് HD ക്യാമറാസാണ്. ഈ HD ക്യാമറാസിനൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ IP ക്യാമറകളിലേക്ക് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സ്, നമുക്ക് 2 വേ കമ്മ്യൂണിക്കേഷൻ, വോയിസ് റെക്കോർഡിങ്, 2 വേ കമ്മ്യൂണിക്കേഷന്, ഹ്യൂമൻ ഡിറ്റക്ഷന്, മോഷൻ ഡിറ്റക്ഷന്, വെഹിക്കിൾ ഡിറ്റക്ഷന്, അലാറം കാര്യങ്ങൾ, സൗണ്ട് സിസ്റ്റം, അങ്ങനെ എല്ലാം വരുന്ന ക്യാമറാസ് ഇപ്പോൾ അവൈലബിൾ ആണ്, മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നമ്മൾ മിനിമം ഇപ്പം പണ്ടത്തെ ഒരു HD എന്ന് ഒഴിവാക്കിയിട്ട് ഒരു IP ക്യാമറയിലേക്കെങ്കിലും പോവുക. നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിൽ IP ക്യാമറയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമറ എങ്ങനെ വെക്കാന്നുള്ളത് നിങ്ങൾ നോക്കാം. നിങ്ങൾ മാർക്കറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് HDയിൽ തന്നെ എക്കോ സീരീസ് 1200, 1300 രൂപയ്ക്ക് നിങ്ങൾക്ക് എക്കോ സീരീസ് കിട്ടും. 1800 രൂപയിലേക്ക് പോവുകയാണെങ്കിൽ HD ക്യാമറ കിട്ടും. കളർ ക്യാമറ 2300, കളർ വ്യൂ, അങ്ങനെ വേരിയൻ്റ് വരുന്നുണ്ട്. നിങ്ങളൊരു ആ ഒരു കോസ്റ്റ് നോക്കാതെ ഒരു അപ് ടു 4000 റുപ്പീസിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന ക്യാമറയെങ്കിലും മിനിമം ചൂസ് ചെയ്യുക. അതും IP ക്യാമറ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റിയൊരു അഭിപ്രായം.